ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം കഴിഞ്ഞ ഭാഗത്ത്, അതായത് 23-ാമത്തെ ഭാഗത്ത് നമ്മൾ ദ്വിതീയ സ്കന്ധത്തിൽ വിരാട് പുരുഷ വർണ്ണനം, വിരാട് പുരുഷനെ ധ്യാനിക്കുന്നതാണ് നമ്മൾ വിവരിച്ചത്. അങ്ങനെ യോഗധാരണ കൊണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് വിരാട് പുരുഷനായ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നു. അതിനുശേഷം പ്രളയത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട ജ്ഞാനം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും പ്രാപിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വിരാട് പുരുഷനായ ഭഗവാന്റെ ആ വിരാട് രൂപത്തിലാണ് ഈരേഴ് 14 ലോകങ്ങളും നിലനിൽക്കുന്നത്. ആ 14 ലോകങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ശരീരത്തെക്കുറിച്ചും ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എന്തൊക്കെയായി മാറിയിരിക്കുന്നു എന്നതിനെക്കുറിച്ചുമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് ഈ ശ്രീ ശുക ബ്രഹ്മർഷിയുടെ മുന്നിൽ മുക്തിമാർഗം സ്വീകരിക്കുവാൻ വേണ്ടി 7 ദിവസം കൂടി നമ്മുടെ മുന്നിൽ പരീക്ഷത്തിന്റെ മുന്നിൽ ബാക്കി നിൽക്കുമ്പോൾ ആ ദിവസങ്ങൾക്കുള്ളിൽ പരമമായ മോക്ഷം പ്രാപിക്കുവാൻ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ചെന്ന് വിലയം കൊള്ളുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയാണ് ശ്രീ ശുക ബ്രഹ്മർഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സദ്യോമുക്തിയും ക്രമമുക്തിയും, ഈ 2 മുക്തിമാർഗങ്ങളെ കൂടി ശ്രീ ശുകൻ പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. 2 തരം മുക്തിമാർഗങ്ങൾ. അത് നമുക്കും കേൾക്കാം. ആ 2 തരം മുക്തി മാർഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓരോ മനുഷ്യനും, മരണത്തോടെടുക്കുന്ന എല്ലാ മനുഷ്യരും, ഈശ്വര സാക്ഷാത്കാരത്തിന് ആഗ്രഹിക്കുന്നവർ ഈ മുക്തി മാർഗങ്ങളെ നാം അറിഞ്ഞിരിക്കുക തന്നെ വേണം. അങ്ങനെ മുക്തിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന യോഗികൾ, ആ യോഗപ്രഭാവം കൊണ്ട് ശരീരം ഉപേക്ഷിച്ച് മുക്തനാവാൻ ആഗ്രഹിക്കുന്ന യോഗി എന്ത് ചെയ്യണം? സിദ്ധാസനത്തിൽ നീണ്ടു നിവർന്നിരിക്കണം. അനുകൂലമായ ദേശത്തിനോ കാലത്തിനോ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. പ്രാണായാമം കൊണ്ട് പ്രാണചലനത്തെ നിശ്ചലമാക്കി വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കണം. അനന്തരം ഭക്തിയാൽ ശുദ്ധമായി തീർന്ന ബുദ്ധി കൊണ്ട് മനസ്സിനെ ക്ഷേത്രജ്ഞനായ ആത്മാവിലും ആത്മാവിനെ പരമാത്മ തത്വത്തിലും ലയിപ്പിക്കണം. പിന്നീട് ആ യോഗി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. താൻ പരമാത്മ തത്വത്തോട് ഏകീഭവിച്ച് ഒന്നായി തീർന്നിരിക്കുന്നതിനാൽ സകല അനുഷ്ഠാനങ്ങളിൽ നിന്നും നിവർത്തിക്കാം. എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും മാറി നിൽക്കാം. പരമമായ ആ ലയനത്തിൽ ഏർപ്പെടുന്ന ആ യോഗിക്ക് പിന്നീട് ഈശ്വരീയമായ കർമ്മങ്ങളിലൊന്നും അനുഷ്ഠിക്കേണ്ട കാര്യം വരുന്നില്ല. അങ്ങനെ പരമാത്മ തത്വത്തെ താനായി അനുഭവിച്ച് ആ അനുഭവ സ്വരൂപേണ ബോധമുണ്ടാകുന്ന ആ യോഗി കാൽ മടമ്പുകൊണ്ട് തന്റെ ഗുദദ്വാരത്തെ അടച്ചതിന് ശേഷം പ്രാണനെ മൂലാധാരത്തിൽ നിന്നും ക്രമേണ മേൽപോട്ട് ഉയർത്തിക്കൊണ്ടുവരണം. യോഗികൾ സിദ്ധാസനത്തിലിരിക്കുന്ന ആ ഭാഗമാണ് നമ്മൾ ഈ പറയുന്നത്. തന്റെ കാൽ മടമ്പുകൊണ്ട് ഗുദദ്വാരത്തെ അടച്ച ശേഷം, നമ്മൾ ഇരിക്കുമ്പോൾ ആ ദ്വാരം തുറന്നിരിക്കുകയല്ലേ, അതിനെ കാൽമടമ്പ് കൊണ്ട് അടച്ചതിന് ശേഷം ക്രമേണ പ്രാണനെ മൂലാധാരത്തിൽ നിന്നും മേൽപോട്ട് ഉയർത്തിക്കൊണ്ടുവരണം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഘതം, വിശുദ്ധി, ആജ്ഞ എന്നീ 6 ചക്രങ്ങൾ സുഷുമ്നാ നാഡിയിലെ 6 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ഈ കാര്യങ്ങൾ ശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് യോഗ ആസനത്തിലിരിക്കേണ്ടത് എന്നൊക്കെ. പ്രാണായാമത്തിന്റെ ബലത്തിലൂടെ, അവയിലൂടെയാണ് പ്രാണനെ മേൽപോട്ട് ഉയർത്തിക്കൊണ്ടു പോകേണ്ടത്. ഏതിലൂടെ? ഈ മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെയുള്ള 6 സുഷുമ്നാ നാഡിയുടെ 6 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെ വേണം പ്രാണായാമത്തിന്റെ ബലത്തിലൂടെ പ്രാണനെ മേൽപോട്ട് ഉയർത്തിക്കൊണ്ടു വരേണ്ടത്. നാഭിക്ക് നേരെ ഉൾഭാഗത്തിലുള്ള ചക്രമാണ് മണിപൂരക ചക്രം. സമാനൻ എന്ന വായു അവിടെയാണുള്ളത്.
ഹൃദയസ്ഥാനത്തുള്ള അനാഘത ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണവായുവിനോടുകൂടി ഈ സമാനൻ എന്ന വായുവിനെ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് പ്രാണവായുവിനോടുകൂടി യോജിപ്പിക്കണം. പിന്നീട് പ്രാണനെ കണ്ഠസ്ഥാനത്തിനുള്ള വിശുദ്ധി ചക്രത്തിലെ ഉദാനൻ എന്ന വായുവിനോടുകൂടി ചേർക്കണം. കണ്ഠസ്ഥാനം കഴുത്തിന്റെ ഭാഗത്തുള്ള വിശുദ്ധി ചക്രത്തിലെ ഉദാന വായുവിനോടുകൂടി ഈ പ്രാണനെ യോജിപ്പിക്കണം. മേൽപോട്ട് പ്രാണനെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. അനന്തരം ചെറുനാവിന്റെ സ്ഥാനത്തുള്ള വിശുദ്ധി ചക്രത്തിന്റെ അവസാന ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം 2 കണ്ണുകൾ, 2 കാതുകൾ, മൂക്കിന്റെ 2 ദ്വാരങ്ങൾ, വായ, ഈ 7 ദ്വാരങ്ങളും അടച്ചതിന് ശേഷം പ്രാണനെ ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാ ചക്രത്തിലേക്ക് ഉയർത്തണം. 1 നാഴിക നേരം നിശ്ചിന്തനായി അങ്ങനെ സ്ഥിതി ചെയ്ത ശേഷം പ്രാണനെ ശിരസിലുള്ള ബ്രഹ്മരന്ധ്രത്തിലേക്ക് ഉയർത്തി ശിരസ്സു പിളർന്ന് ശരീരം ഉപേക്ഷിക്കണം. എന്നാൽ ജീവൻ ഉടനെ പരബ്രഹ്മ തത്വത്തോട് ഏകീഭവിച്ച് മുക്തനായിത്തീരും. ഇതാണ് സദ്യോമുക്തി. അപ്പോൾ 2 തരം മുക്തിയെക്കുറിച്ചാണ് ഇവിടെ ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അതിലെ സദ്യോമുക്തിയും ക്രമമുക്തിയും, സദ്യോമുക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ വിവരിച്ചത്. ഒരു യോഗി എങ്ങനെ സദ്യോമുക്തി നേടണമെന്നുള്ളത്. ബ്രഹ്മപദവിയോ സിദ്ധന്മാരുടെ ലോകങ്ങളോ അണിമ, മഹിമ മുതലായ സിദ്ധികളോടുകൂടിയ മറ്റേതെങ്കിലും ലോകങ്ങളോ പ്രാപിക്കാൻ ഇച്ഛിക്കുന്ന യോഗിയാണെങ്കിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ലയിപ്പിക്കാതെ അവയോടൊന്നിച്ചു തന്നെ ശിരസ് പിളർന്ന് ശരീരം ഉപേക്ഷിക്കണം. യോഗീശ്വരന്മാർക്ക് ത്രൈലോക്യത്തിന്റെ അകത്തും പുറത്തും സഞ്ചരിക്കുവാൻ കഴിയും. അവർക്ക് സൂക്ഷ്മ ശരീരം അവരുടെ സ്വാധീനതയിലായതിനാൽ ആ സൂക്ഷ്മ ശരീരം കൊണ്ട് അവർക്ക് ലോകത്തിന്റെ, അതായത് എല്ലാ ലോകങ്ങളിലും, ത്രിലോകങ്ങളും കഴിഞ്ഞ് മറ്റുള്ള ലോകങ്ങളിലും അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. വിദ്യ, തപസ്, യോഗം, സമാധി, വിദ്യ, തപസ്, യോഗം, സമാധി എന്നിവയോട് കൂടിയവരാണ് യോഗികൾ. അപ്പോൾ വിദ്യ കൊണ്ട്, തപസ് കൊണ്ട്, യോഗം, ഭഗവാനോടുള്ള യോഗം കൊണ്ട്, പിന്നെ സമാധിസ്ഥനാകുന്നത് കൊണ്ട് യോഗികൾ അവർക്ക് ത്രിലോകങ്ങളും കഴിഞ്ഞ് സഞ്ചരിക്കാൻ കഴിയും. ഇങ്ങനെ സഞ്ചരിച്ച് ഈ 14 ലോകങ്ങളും അഖിലാണ്ട ബ്രഹ്മാണ്ഡങ്ങളും കണ്ട യോഗികളാണ് നമ്മുടെ നക്ഷത്ര സമൂഹത്തെക്കുറിച്ചും അങ്ങനെയുള്ള ഈ ഭൂമിയുടെ മുകളിലേക്കുള്ള ലോകങ്ങളെക്കുറിച്ചും അധോ ലോകങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതിന് നിദാനമായിട്ടുള്ളത് ഈ യോഗീശ്വരന്മാരുടെ ജ്ഞാനമാണ്. ഈ ജ്ഞാനം ഭഗവാൻ, യോഗീശ്വരനായ ഭഗവാൻ ബ്രഹ്മദേവന്റെ അപേക്ഷ പ്രകാരം ബ്രഹ്മദേവന്റെ മനസ്സിലേക്കാണ് ഈ അറിവ് കൊടുത്തത്. നമ്മൾ ഓരോരുത്തരും ഭഗവാനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാൻ ജ്ഞാനം തരുന്നത് പോലെ ബ്രഹ്മദേവന് ഈ ജ്ഞാനം കൊടുക്കുന്നു. ബ്രഹ്മദേവൻ തന്റെ മാനസപുത്രനായ, താൻ സൃഷ്ടിച്ചെടുത്ത, സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കുന്നവരെയാണ് മാനസപുത്രന്മാരെന്ന് പറയുന്നത്. അങ്ങനെ സങ്കല്പത്തിലൂടെ സൃഷ്ടിച്ച ആളാണ് സനൽകുമാരന്മാരും ദേവർഷിയായ നാരദരും തുമ്പുരുവും എല്ലാം. അത് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരാണ്. ആ സങ്കല്പത്തിലൂടെ സൃഷ്ടിച്ച നാരദർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കുന്നു. ഭഗവാന്റെ കിട്ടിയ ആ ജ്ഞാനം ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് നാരദരാണത് വ്യാസമഹർഷിയുടെ ഉള്ളിലേക്ക് ആ ജ്ഞാനത്തെ കൊടുക്കുന്നത്. വ്യാസമഹർഷി അത് എഴുതുന്നത് ആരുടെ സഹായത്തോടെയാണ്? വിഘ്നേശ്വരനായ സാക്ഷാൽ ആദിമൂല ഗണപതിയുടെ സഹായത്തോടെയാണ്. വിഘ്നേശ്വരന്റെ ജന്മദിനം വിനായക ചതുർത്ഥിയല്ലേ കടന്നു വരുന്നത്? 11-ാം തീയതി, 7-ാം തീയതി, സെപ്റ്റംബർ 7-ാം തീയതി. അപ്പോൾ ആ വിനായകനിലൂടെയാണ് പിന്നീട് വിഘ്നേശ്വരനാണ് വ്യാസഭഗവാൻ പറഞ്ഞു കൊടുത്ത് വ്യാസഭഗവാന്റെ മനസ്സിൽ രൂപം കൊണ്ട ആ മഹാഭാരതവും ഭാഗവതവും എല്ലാ പുരാണങ്ങളും വിനായകനാണത് പകർത്തിയത് സംസ്കൃത ലിപിയിൽ, ദേവഭാഷയിൽ. അതാണ് പിന്നീട് ശ്രീ ശുക ബ്രഹ്മർഷിക്ക് തന്റെ മകന് വേണ്ടി അത് ഉപദേശിച്ചു കൊടുക്കുകയാണ് വ്യാസഭഗവാൻ. ആ വ്യാസഭഗവാൻ ശുഗൻ ഉപദേശിച്ചു കൊടുത്തതാണ്. ശുഗൻ
പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് ഇനിയും പ്രാണായാമം സ്വീകരിച്ചുകൊണ്ട് യോഗ സമാധിയിലെത്തുവാൻ വേണ്ടി, ജ്ഞാനം മനസ്സിലാക്കിക്കൊണ്ട് സമാധിയിലെത്തുവാൻ വേണ്ടി ഉള്ള 2 തരം മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ ആദ്യത്തേതാണ് സദ്യോമുക്തി. അതാണിപ്പോൾ പറഞ്ഞത് വിവരിച്ചത്. ഇത് ഒക്കെ മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം വേണം ഭാഗവതം ആദിമ ഭാഗം തൊട്ട് വായിച്ചു വരുവാൻ. ഇത് ഞാൻ ഈ പറയുന്നത് നന്നായി ഗ്രഹിച്ച ശേഷം ഭാഗവതം ഒന്ന് വായിച്ചു നോക്കൂ. എല്ലാ വരികളിലും എല്ലാ സംഭവങ്ങളും എല്ലാ തത്വങ്ങളും ക്ലിയറായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ശ്രവിക്കുന്നതൊക്കെ ഭഗവാന്റെ ലീലകളോ അല്ലെ ഭാഗവതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. ഇത് ആദ്യം മുതലുള്ള ഭാഗങ്ങൾ, ഭഗവാന്റെ ജനനത്തിന് എത്രയോ മുൻപ് തുടക്കം മുതലുള്ള ഭാഗങ്ങളാണ് ഞാൻ ഈ വിവരിക്കുന്നത്. ഇത് വളരെ വിശദമായി വ്യക്തമായി കേട്ട് മനസ്സിലാക്കണം. അപ്പോൾ സദ്യോമുക്തി കഴിഞ്ഞു. ഇനിയുള്ളത് ക്രമമുക്തിയാണ്. ആ ക്രമമുക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ സദ്യോമുക്തി നേടുന്ന യോഗീശ്വരന്മാർ അവർക്ക് ത്രൈലോക്യങ്ങളും കടന്ന് ലോകത്തെ ഈ പ്രപഞ്ചത്തിന്റെ എവിടെയും സഞ്ചരിക്കാം. കാരണം അവർ ജീവൻ മുക്തരായി. കാരണം അവരുടെ സൂക്ഷ്മ ശരീരത്തിൽ ആണ് അവർ പിന്നീട് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവർക്ക് സൂക്ഷ്മ ശരീരം ഉപയോഗിച്ച് എവിടെയും സഞ്ചരിക്കാം. സുഷുമ്ന നാഡിയിലൂടെ പ്രാണനെ മേൽപോട്ടുയർത്തി ശരീരം ഉപേക്ഷിക്കുന്ന യോഗി, പുണ്യപാപങ്ങൾക്ക് അതീതനായ ഈ യോഗി ഊർധ്വഗതിക്ക്, ആ യോഗി ഊർധ്വഗതി എന്ന് വെച്ചാൽ മുകളിലേക്കുള്ള ഗതിക്ക് യാതൊരു തടസ്സവും ആ യോഗിയുടെ ആത്മാവിന് വരികയില്ല. അദ്ദേഹം പിന്നീട് ശിശുമാര ചക്രം എന്ന് വെച്ചാൽ സൂര്യൻ, ചന്ദ്രൻ മുതലായ ഗോളങ്ങളുടെ സ്ഥാനം, സൂര്യന്റെയും ചന്ദ്രനും ഉപരിയല്ലേ സൂര്യൻ. അപ്പോൾ സൂര്യൻ മുതലായ ഗോളങ്ങൾക്ക് ആശ്രയമായ സ്ഥാനമാണ് ശിശുമാര സ്ഥാനം. അതിനെയും അതിക്രമിച്ച് അതിനെയും മറികടന്ന യോഗി ഒരു കൽപ്പകാലം വരെ ദീർഘായുസ്സുള്ള സിദ്ധന്മാർ വസിക്കുന്ന മഹർ ലോകത്തെ പ്രാപിക്കുന്നു. അപ്പോൾ മഹർ ലോകം സിദ്ധന്മാരുടെ ലോകമാണ് മഹർ ലോകം. അവിടെ ഒരു കൽപ്പത്തോളമാണ് അവിടെ ഈ ആയുസ് വരുന്നത്. സദ്യോമുക്തി നേടുന്ന യോഗിയുടെ ആയുസ് ആ സിദ്ധന്മാർ വസിക്കുന്ന മഹർ ലോകത്തിലേക്ക് എത്തുമ്പോൾ ഒരു കൽപ്പാന്തമാണ്, ഒരു കൽപ്പകാലത്തിലാണ് അവർക്ക് ആയുസ് അവിടെ ഉള്ളത്. ഇനിയും ഞാൻ ഈ പറയുന്ന കാലചക്രത്തിന്റെ കാലഗണനയെ കുറിച്ച് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ ഇത് വീണ്ടും വിശദീകരിക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത്. ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ്. വളരെ ശ്രദ്ധയോടെ കഥ കേൾക്കുന്ന ലാഘവത്തോടെ ഇനിയും കേൾക്കാൻ പാടില്ല. ശ്രദ്ധയോടിരിക്കുക. അപ്പോൾ സിദ്ധന്മാർ വസിക്കുന്ന മഹർ ലോകത്തെ ഈ യോഗിയുടെ ആത്മാവ് എത്തുന്നു. ഏത് യോഗിയുടെ? സദ്യോമുക്തി നേടുന്ന യോഗിയുടെ ആത്മാവ്. അങ്ങനെ ബ്രഹ്മദേവന്റെ ഒരു പകൽ സമയമാണ് ഒരു കൽപ്പമെന്ന് പറയുന്നത്. അതായത് മനുഷ്യരുടെ 360 സംവത്സരമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവ്യ സംവത്സരം. 12,000 ദിവ്യ സംവത്സരങ്ങളാണ് 4 യുഗങ്ങളെന്ന് പറയുന്നത്. അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ യുഗങ്ങളുടെ കാലമാ. ആ 4 യുഗങ്ങളെയും കൂടി നമ്മൾ ചേർത്ത് പറയുന്നതാണ് ചതുർയുഗം. ആ ചതുർയുഗത്തിൽ അപ്രകാരമുള്ള 1000 ചതുർയുഗങ്ങൾ കൂടുന്ന കാലമാണ് ബ്രഹ്മദേവന്റെ ഒരു പകൽ. വീണ്ടും 1000 ചതുർയുഗങ്ങൾ രണ്ടാമത് ആവർത്തിക്കുമ്പോഴാണ് ബ്രഹ്മദേവന്റെ ഒരു രാത്രി. അപ്പോൾ ചതുർയുഗങ്ങൾ 1000 കൂടി വരുമ്പോൾ ബ്രഹ്മദേവന്റെ ഒരു പകൽ സമയമാകും. അതിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ബ്രഹ്മദേവന്റെ പകൽ കഴിഞ്ഞ് പകൽ സമയമാകുന്ന ആ കൽപ്പം അവസാനിക്കാറാകുമ്പോൾ പാതാളത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ആദിശേഷന്റെ മുഖത്തു നിന്നും പുറപ്പെടുന്ന അഗ്നി കൊണ്ട് സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളും ദഹിക്കാൻ തുടങ്ങും. അപ്പോൾ മഹർ ലോകത്തിൽ താമസിച്ചു വരുന്ന യോഗി അപ്പോൾ മഹർ ലോകത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈ 1000 ചതുർയുഗങ്ങളിൽ താമസിച്ചു വരുന്ന യോഗി യോഗപ്രഭാവം കൊണ്ട് ആ ലോകത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മദേവന്റെ വാസസ്ഥലമായ സത്യലോകത്തിൽ എത്തിച്ചേരും. അപ്പോൾ ഈ ബ്രഹ്മദേവന്റെ ആയുസ്സും ഭൂമിയിലെ മനുഷ്യരുടെ ആയുസ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞത്. ഒരു യുഗം, അതായത് 4 യുഗങ്ങൾ കൂടുമ്പോഴാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. അത് 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോഴാണ് ബ്രഹ്മദേവന്റെ ഒരു പകല്. വീണ്ടും 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോഴാണ് ബ്രഹ്മദേവന്റെ ഒരു രാത്രി.
അങ്ങനെ 2000 ചതുർയുഗങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് കൽപ്പാന്തം, നൈമിത്തിക പ്രളയം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു യുഗം, അതായത് നമ്മൾ കൃതയുഗമാണ്, കൃതയുഗമല്ല സത്യയുഗമാണ് ആദ്യത്തെ യുഗം. അതിന് മനുഷ്യവർഷമനുസരിച്ച് 17,28,000 വർഷമാണ് കൃതയുഗത്തിന്റെ കാലയളവ്. 17,28,000 വർഷം കൃതയുഗം. രണ്ടാമത്തെ യുഗമായ ശ്രീരാമചന്ദ്രൻ ജനിച്ച ആ ത്രേതായുഗത്തിൽ 12,96,000 മനുഷ്യവർഷങ്ങളാണുള്ളത്. 12,96,000 വർഷങ്ങളാണ് ത്രേതായുഗത്തിനുള്ളത്. അടുത്ത യുഗമാണ് ഭഗവാൻ ജനിച്ച ദ്വാപരയുഗം. ദ്വാപരയുഗത്തിൽ കുറച്ചുകൂടി കുറവാണ് വർഷങ്ങൾ, 8,64,000 വർഷങ്ങളേ ഉള്ളൂ. 8,64,000. ഈ 8,64,000 വർഷത്തിന്റെ അവസാനത്തെ 125 വർഷം ഉള്ളപ്പോൾ, 125 വർഷം ഉള്ളപ്പോഴാണ് ഭഗവാൻ ജനിച്ചത്. ഭഗവാൻ 125 വയസ്സുവരെയാണ് ഭൂമിയിൽ ആ ശരീരത്തിൽ ജീവിച്ചതും ലീലകളാടിയതും. അപ്പോൾ ഇത് കലിയുഗത്തിൽ വരുമ്പോഴും ഇതിന്റെ അവസാനത്തെ 100 വർഷമാകുമ്പോഴാണ് കൽക്കിയായി ഭഗവാൻ വീണ്ടും ജനിക്കുന്നത്. എല്ലാ യുഗങ്ങളുടെയും അവസാനമാണ് ഭഗവാൻ ജനിച്ചിട്ട് അവിടെ ശത്രു നിഗ്രഹം നടത്തി ധർമ്മസ്ഥാപനത്തിലൂടെ അടുത്ത യുഗത്തിന് പിറവിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കലിയുഗത്തിലേക്ക് വന്നാലോ, വളരെ കുറവാണ് കലിയുഗത്തിൽ, മറ്റു യുഗങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് കലിയുഗത്തിലെ വർഷം. 4,32,000 വർഷം മാത്രമേ കലിയുഗത്തിനുള്ളൂ. കലിയുഗം തുടങ്ങിയിട്ട് 5126 ആണ്ടാണിത്. ഇനിയും 3,00,000 സംതിങ് വർഷങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ കലിയുഗം എവിടെയും എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറെ ആയതേ ഉള്ളൂ കലിയുഗം. ഇനിയും എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലേ കലിയുഗത്തിന്റെ ആ പൂർണ്ണത എത്തുകയുള്ളൂ. ആ യുഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 4 യുഗങ്ങളുടെയും വർഷങ്ങൾ കേട്ടല്ലോ. ഈ 4 യുഗങ്ങളും കൂടെ ചേരുമ്പോഴാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. ഈ 4 യുഗങ്ങളും കൂടെ ചേരുമ്പോൾ ഒരു ചതുർയുഗം. ഈ 4 യുഗങ്ങളുടെയും കൂടെ വർഷങ്ങൾ 43,20,000 വർഷങ്ങളാണ്. 43,20,000 വർഷങ്ങളാണ്. 43,20,000 വർഷങ്ങൾ. 43,20,000 വർഷങ്ങളാണ് ഈ ചതുർയുഗങ്ങൾ ഒരു പ്രാവശ്യം ആവർത്തിക്കുന്നതിന്. ഒരു തവണ 4 യുഗങ്ങളോട് ആവർത്തിക്കുന്നതിന് 43,20,000 വർഷങ്ങൾ. ഇതുപോലെ 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോഴാണ് ബ്രഹ്മദേവന്റെ ഒരു പകൽ. 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മദേവന്റെ രാത്രി. ഇതുപോലെ ഈ ചതുർയുഗങ്ങളിൽ 71 ചതുർയുഗം വരുമ്പോഴാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. മന്വന്തരം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? 71 ചതുർയുഗം വരുമ്പോഴാണ് ഒരു മന്വന്തരം വരുന്നത്. 14 മന്വന്തരങ്ങൾ വരുമ്പോഴാണ് ഒരു കൽപ്പം. കൽപ്പാന്തകാലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് 14 മന്വന്തരം കൂടുമ്പോഴാണ് ഒരു കൽപ്പം. 71 ചതുർയുഗങ്ങൾ വരുന്നത് ഒരു മന്വന്തരം, 14 മന്വന്തരങ്ങൾ വരുന്നത് ഒരു കൽപ്പം. ഇപ്പോൾ ഏകദേശം വ്യക്തമായി കാണും എന്ന് കരുതുന്നു. ശാന്തമായ മനസ്സോടെ, ഈശ്വരജ്ഞാനത്തോടുകൂടി, തുറന്ന ബുദ്ധിയോടുകൂടി നമ്മളിത് ഗ്രഹിച്ചാലേ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ശ്രീശുക ബ്രഹ്മർഷി മരണത്തോടടുത്തിരിക്കുന്ന പരീക്ഷത്തിന് മാത്രമല്ല ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ആണെങ്കിൽ അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ലേ? ഭാഗവതം കലിദോഷ രക്ഷാകരമാണ്. കലിദോഷത്തിനെ രക്ഷിക്കുന്ന ഈ കലിയുഗത്തിന്റെ രക്ഷയ്ക്കുള്ള സിദ്ധൌഷധമാണ് ഭാഗവതം. ഇവിടെ ജീവിക്കുന്ന കലിബാധിതരായ ഓരോ മനുഷ്യർക്കും രക്ഷ തരാൻ വേണ്ടിയാണ് ഭാഗവതം നൂറ്റാണ്ടുകളായി പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് അറിയുകയും മനനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ബ്രഹ്മദേവന്റെ പകൽ സമയം ആകുന്ന ആ ഒരു കൽപ്പം അവസാനിക്കാറാകുമ്പോൾ പാതാളത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ആദിശേഷന്റെ മുഖത്തു നിന്നും, പാതാളം ഭഗവാന്റെ കാൽപാദത്തിന്റെ താഴ്വശമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏറ്റവും താഴെയുള്ള ലോകമാണ് പാതാളം. അതിനും താഴെ വസിക്കുന്ന ആദിശേഷന്റെ മുഖത്തു നിന്നും പുറപ്പെടുന്ന അഗ്നി കൊണ്ട് സ്വർഗം
ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളും ദഹിക്കാൻ തുടങ്ങുമ്പോൾ മകരലോകത്ത് താമസിച്ചിരിക്കുന്ന യോഗിയാണല്ലോ യോഗവൈഭവം കൊണ്ട് മകരലോകത്ത് വരെ എത്തിച്ചേർന്നു. ആ മകരലോകത്ത് നിന്നും യോഗപ്രഭാവം കൊണ്ട് ആ ലോകത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മദേവന്റെ വാസസ്ഥലമായ സത്യലോകത്തിലേക്ക് യോഗീശ്വരനായ ആൾ എത്തിച്ചേരുന്നു. 2 പരാർത്ഥകാലമാണ് സത്യലോകത്തിലുള്ളവരുടെ ആയുസ്. അപ്പോൾ സത്യലോകത്തെത്തുന്ന ഈ യോഗിയുടെ ആയുസ് 2 പരാർത്ഥകാലമാണ്. മഹർലോകത്തെ പ്രാപിച്ച ആ യോഗിയുടെ അന്നത്തെ ആയുസ് ബ്രഹ്മദേവന്റെ ഒരു പകൽ സമയമായ 1000 ചതുർയുഗമായിരുന്നു. വീണ്ടും യോഗി സത്യലോകത്തെത്തുമ്പോൾ സത്യലോകത്തുള്ളവരുടെ ആയുസ് 1000 ചതുർയുഗം ബ്രഹ്മദേവന്റെ ഒരു പകലാണ്. പിന്നീട് 1000 ചതുർയുഗം ബ്രഹ്മദേവന്റെ ഒരു രാത്രിയാണ്. അങ്ങനെ 2000 ചതുർയുഗങ്ങൾ കൂടുമ്പോൾ ബ്രഹ്മദേവന് ഒരു ദിവസമാണ് കഴിയുന്നത്. 2000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മദേവന്റെ ഒരു ദിവസമാണ് കഴിയുന്നത്. അപ്പോൾ സത്യലോകത്തുള്ളവരുടെ ആയുസ് 2 പരാർത്ഥകാലമാണ്. പരാർത്ഥകാലം എന്താണെന്നുള്ളതിലേക്കാണ് വരുന്നത്. അപ്പോൾ 2000 ചതുർയുഗം കഴിയുമ്പോൾ ബ്രഹ്മദേവന് ഒരു വയസ്സേ ആകുന്നുള്ളൂ. ഒരു വയസ്സല്ല, ഒരു ദിവസം. ബ്രഹ്മദേവൻ ഒരു ദിവസമേ ആകുന്നുള്ളൂ. അങ്ങനെ 360 ദിവസങ്ങൾ കഴിയുമ്പോൾ, അതായത് 2000 ചതുർയുഗങ്ങൾ കഴിഞ്ഞാൽ ഒരു ദിവസം, അങ്ങനെ 360 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ, 360 ദിവസങ്ങൾ കഴിയുമ്പോൾ, ചതുർയുഗമല്ല ദിവസം, 360 ദിവസങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മദേവന് ഒരു വയസ്സാകും. ബ്രഹ്മദേവൻ ഒരു വയസ്സ് വരുന്നത് എപ്പോഴാണ്? 1000 ചതുർയുഗങ്ങൾ ഒരു പകൽ, 1000 ചതുർയുഗങ്ങൾ ഒരു രാത്രി, 2000 ചതുർയുഗങ്ങൾ അങ്ങനെ കൂടുമ്പോൾ ബ്രഹ്മദേവന് ഒരു ദിവസമേ ആകുകയുള്ളൂ. അങ്ങനെ 360 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ബ്രഹ്മദേവന് ഒരു വയസ്സാകുന്നത്. നമുക്ക് 65 ദിവസങ്ങൾ, 365 ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു വയസ്സായി. ഒരു ബർത്ത്ഡേ കഴിഞ്ഞ് അടുത്ത ബർത്ത്ഡേ ആകുന്നു എന്ന് പറഞ്ഞതുപോലെ 360 ദിവസങ്ങൾ, ആ ദിവസങ്ങളുടെ ദൈർഘ്യം എത്രയാണെന്ന് ഞാൻ വിശദമായി പറഞ്ഞു. അത്രയും കഴിയുമ്പോഴാണ് ബ്രഹ്മദേവന്റെ ഒരു വയസ്സാകുന്നത്. അപ്രകാരം 100 വയസ്സാണ് ബ്രഹ്മദേവന്റെ ആയുസ്. മനുഷ്യന്റെ ആയുസ്സും പുരുഷായുസ്സും 100 വയസ്സാണ് പറയുന്നത്. പക്ഷേ ഇത് സത്യലോകത്തെയോ മഹർലോകത്താണ് ഇതിലും കുറവുള്ളത്. അത് കഴിഞ്ഞ് സത്യലോകത്ത് ചെല്ലുമ്പോൾ ഇതിനേക്കാൾ നമുക്ക് കണക്കറ്റ വർഷങ്ങളല്ലേ അവിടെ ആവുന്നത്. എത്രയായിരുന്നു? വീണ്ടും ഒന്നുകൂടെ പറയാം. 2 പരാർത്ഥകാലമാണ് സത്യലോകത്തുള്ളവരുടെ ആയുസ് എന്ന് പറഞ്ഞ് അവിടേക്കാണ് ഈ യോഗി പോകുന്നത്. 1000 ചതുർയുഗം ബ്രഹ്മാവിന്റെ ഒരു പകല്, 1000 ചതുർയുഗം ബ്രഹ്മദേവന്റെ രാത്രി. അങ്ങനെ 2000 ചതുർയുഗങ്ങൾ കൂടുമ്പോൾ ബ്രഹ്മദേവന് ഒരു ദിവസമാകുന്നു. അങ്ങനെ 360 ദിവസങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മദേവന് ഒരു വയസ്സാകും. അങ്ങനെ 100 വയസ്സ് ആകുമ്പോൾ ബ്രഹ്മദേവന്റെ ആയുസ് അവസാനിക്കും. ആ ബ്രഹ്മദേവന്റെ ആയുഷ്കാലത്തെയാണ് 2 പരാർത്ഥം എന്ന് പറയുന്നത്. ആ 2 പരാർത്ഥകാലമാണ് ഈ ഭൂമിയിൽ നിന്ന് സർവകർമ്മവും ഉപേക്ഷിച്ച് യോഗിയായി സദ്യോമുക്തി നേടുന്ന യോഗിയുടെ സത്യലോകത്തുള്ള ആ ജീവിതം എന്ന് പറയുന്നത് 2 പരാർത്ഥകാലം എന്ന് പറയുന്നത്. ബ്രഹ്മദേവന്റെ ആയുസ്സാകുന്ന 2 പരാർത്ഥകാലം കഴിയുമ്പോൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരതത്വം, മഹത്തത്വം, പ്രകൃതി ഇവയെല്ലാം ലയിക്കുന്നു. അതാണ് പ്രാകൃതിക പ്രളയം. പ്രാകൃതിക പ്രളയം ആരംഭിക്കുമ്പോൾ ഭക്തനായ യോഗി സത്യലോകത്തെയും അതിക്രമിച്ച് ഭൂമി സ്വരൂപിയായി മാറുന്നു. പ്രാകൃതിക പ്രളയം കഴിയുമ്പോൾ ഈ സത്യലോകത്തേക്ക് പോയ ഈ യോഗി വീണ്ടും ഭൂമി സ്വരൂപനായി മാറിയിട്ട് ഭൂമിയിലേക്ക് വരുന്നു. ഭൂമി എന്ത് ചെയ്യും? ഭൂമി ജലത്തിലും, ജലം അഗ്നിയിലും, അഗ്നി വായുവിലും, വായു ആകാശത്തിലും, ആകാശം അഹങ്കാരത്തിലും, അഹങ്കാരം മഹത്തത്വത്തിലും, മഹത്തത്വം പ്രകൃതിയിലും, പ്രകൃതി പരമാത്മാവിലും ലയിക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഭൂമി ജലത്തിലും, ജലം അഗ്നിയിലും, അഗ്നി വായുവിലും, വായു ആകാശത്തിലും, ആകാശം അഹങ്കാരത്തിലും, അഹങ്കാരം മഹത്തത്വത്തിലും. അഹം എന്ന ബോധത്തിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ആ അഹം ബോധം എവിടെ നിന്ന് വരുന്നു? മഹത്തത്വമായ പ്രകൃതിയിൽ നിന്ന് വരുന്നതാണ്.
ആ മഹത്വത്വം പ്രകൃതിയിലും, പ്രകൃതി എവിടേക്ക് ലയിക്കുന്നു? പ്രകൃതി പരമാത്മാവിലും ലയിക്കുന്നു. അങ്ങനെ ഭൂമി ജലത്തിൽ ലയിക്കുമ്പോൾ യോഗി എന്തു ചെയ്യും? ധാരണാ വൈഭവത്താൽ, തന്റെ ധാരണാശക്തി കൊണ്ട് ജലസ്വരൂപിയായി ജലത്തിൽ ലയിക്കുന്നു ആ യോഗിയുടെ ആത്മാവ്. ജലം അഗ്നിയിൽ ലയിക്കുമ്പോൾ അഗ്നിസ്വരൂപിയായി ആര് മാറുന്നു? യോഗി മാറും. അഗ്നി വായുവിൽ ലയിക്കുമ്പോൾ വായു സ്വരൂപിയായി യോഗി മാറുന്നു. വായു ആകാശത്തിൽ ലയിക്കുമ്പോൾ ആകാശസ്വരൂപിയായി, അതായത് നമ്മുടെ അന്തരീക്ഷ സ്വരൂപിയായി യോഗി മാറുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ അതിക്രമിക്കുന്നതോടെ ഈ യോഗിയുടെ ഇന്ദ്രിയങ്ങൾ അവയുടെ സൂക്ഷ്മമായിട്ടുള്ള ആ അധിഷ്ഠാനത്തിൽ ലയിച്ചുകൊണ്ടിരിക്കും. മൂക്ക് ഗന്ധത്തിലും, നാവ് രസത്തിലും, കണ്ണ് രൂപത്തിലും, ത്വക്ക് സ്പർശനത്തിലും, കാത് ശബ്ദത്തിലും ലയിക്കും. വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങൾ ക്രിയാശക്തിയിൽ ലയിക്കുന്നു. പിന്നീട് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളെ താമസ അഹങ്കാരത്തിലും, ഇന്ദ്രിയങ്ങളെ രാജസ അഹങ്കാരത്തിലും, ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളെയും മനസ്സിനെയും സാത്വിക അഹങ്കാരത്തിലും ലയിപ്പിക്കണം. അനന്തരം ഒന്നായി തീർന്ന അഹങ്കാരത്തെ മഹത്തത്വത്തിൽ ലയിപ്പിക്കുന്നു. ആ മഹത്തത്വത്തെ പ്രകൃതിയിൽ ലയിപ്പിക്കുന്നു. പ്രകൃതി പ്രാകൃതിക പ്രളയത്തിൽ പരമാത്മാവിൽ ലയിക്കുന്നു. അപ്പോൾ യോഗി ആനന്ദസ്വരൂപനായ പരമാത്മാവിൽ ലയിച്ചൊന്നായി തീരും. ഈ ഗതിയെ പ്രാപിച്ച യോഗി പിന്നീടൊരിക്കലും സംസാരത്തിലേക്ക് മടങ്ങി വരില്ല. ഇതാണ് ക്രമമുക്തി. അപ്പോൾ സദ്യോമുക്തി നേടുന്ന വ്യക്തി വീണ്ടും ഭൂമിയിൽ തൻ്റെ സദ്ഗുണങ്ങളെല്ലാം കഴിഞ്ഞ് അതാത് പ്രളയാന്തത്തിൽ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരും. എന്നാൽ ക്രമമുക്തി നേടുന്ന ആൾ ഈ നിതാന്ത പ്രളയത്തിൽ ലയിച്ച് എല്ലാ കർമ്മങ്ങളും എല്ലാം ലയിച്ച് പ്രാകൃതിക പ്രളയത്തിൽ ഭഗവാനിലേക്ക് അന്തർലീനമാകുന്ന ഈ സ്ഥൂല പ്രകൃതിയോടൊപ്പം ഭഗവാനിൽ തന്നെ ഈ യോഗിയും ക്രമമുക്തി നേടുന്ന ആളും ആ ആത്മാവും ഭഗവാനിൽ തന്നെ ലയിക്കും. അങ്ങനെ ഒരിക്കലും പിന്നീട് അവർക്ക് ജനന മരണ ചക്രങ്ങളിലേക്ക് വരാൻ സാധിക്കുകയില്ല. അവർക്കത് വരേണ്ട കാര്യം വരില്ല. അപ്പോൾ സദ്യോമുക്തിയെക്കാളും ക്രമമുക്തിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അഭികാമ്യം, പിന്നീടുള്ള ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മാറുവാൻ. ഇതിനൊക്കെ എത്രയോ യുഗങ്ങൾ നമ്മൾ ജനിച്ചു മരിച്ച് കഴിയണം. അപ്പോൾ നമ്മൾ എത്രയും വേഗം ഒരു അല്പജ്ഞാനമെങ്കിലും നേടുന്നതല്ലേ നല്ലത്? അല്പജ്ഞാനമെങ്കിലും നേടി നമ്മൾ ഭഗവാനെ അറിയാൻ തുടങ്ങുമ്പോൾ ഈ അനന്തമായ പ്രപഞ്ചത്തോളം വിശാലമായിട്ടുള്ള കർമ്മവാസനകൾ എല്ലാം ഒടുങ്ങുന്നതിന്റെ തുടക്കമെങ്കിലുമാകും. അപ്പോൾ ഈ ജന്മം ഇപ്പോൾ നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയുകയും എത്രയോ കാലം സഞ്ചരിച്ചാൽ മാത്രമേ ഇതുപോലെയുള്ള ഈ സംസാര സാഗരത്തെ തരണം ചെയ്ത് ഭഗവാനാകുന്ന മറുകര എത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള അറിവ് ലഭിക്കുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം. ഈ അറിവില്ലാതെ ജീവിക്കുന്ന ജനകോടികളല്ലേ നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അങ്ങനെ പരീക്ഷത്തിനോട് ഇത് ശുഗമഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം. പക്ഷെ ഇതെല്ലാം പരീക്ഷിത് 7 ദിവസത്തിനുള്ളിൽ നേടിയെടുത്തു. അപ്പോൾ ഈശ്വരനിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എല്ലാം ഉപേക്ഷിക്കണം. പരീക്ഷത്തിനെ പോലെ സർവ്വസംഘ പരിത്യാഗിയായിട്ട് ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ ചെയ്യുന്നവർക്ക് 7 ദിവസം പോലും വേണ്ട. ഖഡ്വാങ്കൻ എന്ന രാജർഷിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിരുന്നു. 2 മുഹൂർത്തം മാത്രം കൊണ്ട് ഭഗവാനിൽ ലയിച്ചു അദ്ദേഹം. ഇദ്ദേഹത്തിന് 7 ദിവസം ബാക്കിയുണ്ട്. നമുക്ക് അറിവില്ലാത്ത അന്ധമായിട്ടുള്ളതല്ല, അറിവില്ലാത്ത വിധത്തിൽ ഇനിയും നമുക്ക് എത്രയോ വർഷങ്ങൾ ജീവിതത്തിൽ ബാക്കിയുണ്ടെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. പക്ഷേ ഏത് സമയമാണ് നമ്മെ തേടി നമ്മുടെ കർമ്മം തീരുമ്പോൾ മരണം വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കിട്ടിയ കർമ്മം, അതാണ് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, കിട്ടിയ അവസരം ഈശ്വരനെ അന്വേഷിക്കുന്നവർക്ക് ഒരു അല്പസമയമേ കിട്ടിയുള്ളൂ, ഒരു നാഴികയെ കിട്ടിയുള്ളൂ. എങ്കിൽ പോലും അത് അവർ മിസ്യൂസ് ചെയ്യുകയില്ല. അത് മറ്റു കാര്യങ്ങൾക്ക്, ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാതെ ഭഗവാനെ തന്നെ അന്വേഷിച്ച് അതിനെ അറിയുവാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കും.
ഇപ്പോൾ പരീക്ഷത്തെ വേദത്തിൽ പ്രതിപാദിച്ചവയും ഭഗവാൻ വാസുദേവൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തതുമായ 2 ഗതികളാണ് സദ്യോമുക്തിയും ക്രമമുക്തിയും. ഇത് രണ്ടും ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു. സംസാരത്തിൽ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയുന്ന ജീവന്മാർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സുഗമമായ അനുഷ്ഠാനം ഭക്തിയോഗമാണ്. വേദങ്ങളുടെ ഉപദേഷ്ടാവായ ബ്രഹ്മദേവൻ വേദങ്ങളെ മുഴുവൻ 3 പ്രാവശ്യം പരിശോധിച്ചു നോക്കി അതിൽ വേദത്തിന്റെ പരമ താൽപര്യം നിർവികാര സ്വരൂപിയായ ആത്മാവിൽ ഭക്തിയുണ്ടാകലാണ് എന്ന് ബ്രഹ്മദേവന് മനസ്സിലായി. ഈ വേദങ്ങളെ മുഴുവൻ 3 പ്രാവശ്യം പരിശോധിച്ചതിന് ശേഷവും അദ്ദേഹം അതിൽ നിന്ന് കണ്ടെത്തിയത് എന്താണ്? പരമമായ ഭക്തി ലഭിക്കലാണ് ഈ വേദങ്ങളുടെ എല്ലാം തത്വം. അത് മനസ്സിലാക്കി ഭഗവാൻ എല്ലാവരിലും ആത്മസ്വരൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കർമ്മം മനസ്സിലാക്കുവാനുള്ള ഭക്തി നമുക്ക് നേടണം. അതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇവയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവാണ് ആത്മാവെന്ന് ലക്ഷണങ്ങളെ കൊണ്ട് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇവയെ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥയാണ് ആത്മാവെന്ന് നമുക്ക് ലക്ഷണങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവയിലുള്ള അഭിമാനം നീങ്ങിയാൽ മാത്രമേ ആത്മസ്വരൂപം നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ചുള്ള ബോധമായിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അഭിമാനം നീങ്ങണമെങ്കിൽ ബുദ്ധിയിലുള്ള കർമ്മവാസനകളെല്ലാം നശിക്കണം. കർമ്മവാസനകൾ എപ്പോഴൊടുങ്ങുന്നോ അപ്പോഴേ നമുക്ക് ഭഗവാനെ കിട്ടുകയുള്ളൂ. ഭഗവത് ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നിശേഷം നശിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിലുള്ള ഈ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളിലുള്ള അഭിമാനം നീങ്ങിയാലേ ആത്മസ്വരൂപത്തെ അറിയാൻ കഴിയുകയുള്ളൂ. ഈ അഭിമാനം നീങ്ങണമെങ്കിൽ ബുദ്ധിയിലുള്ള കർമ്മവാസനകൾ അവസാനിക്കണം. കർമ്മവാസനകൾ അവസാനിക്കണമെങ്കിൽ ഭക്തി കൊണ്ടേ അത് സാധ്യമാവുകയുള്ളൂ. ഭഗവത് കഥകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നതാണ് ഭക്തി ഉണ്ടാകുവാനുള്ള അനുഷ്ഠാന കർമ്മം. സജ്ജനങ്ങളുടെ മുഖത്തിലൂടെ പ്രവഹിക്കുന്ന സൽക്കഥാമൃതം ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ഭക്തി വളർന്ന് ബുദ്ധിയിലെ കർമ്മവാസനകൾ നശിച്ച് ബുദ്ധി ആത്മാവിലടങ്ങി മുക്തനായി തീരാൻ സാധിക്കും. ഇതാണ് പരമമായി പറയാനുള്ള, ആത്യന്തികമായി പറയുവാനുള്ള ഏക സെന്റൻസ്, ഒരൊറ്റ വാചകം. എന്തായിരുന്നു അത്? ഭക്തി ഉണ്ടാകണമെങ്കിൽ ഭഗവത് കഥകൾ കേൾക്കണം. സജ്ജനങ്ങളുടെ മുഖത്തിലൂടെ പ്രവഹിക്കുന്ന ഭഗവത് കഥാമൃതം ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ഭക്തി വളർന്ന് ബുദ്ധിയിലെ കർമ്മവാസനകൾ നശിച്ച് ബുദ്ധി ആത്മാവിലടങ്ങി മുക്തനായി തീരാൻ കഴിയും. അപ്പോൾ ഇതിനാദ്യവും അവസാനവുമായി വേണ്ടത് ഭഗവത് കഥാശ്രവണങ്ങൾ, പാരായണങ്ങൾ. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായി അതിന്റെ തത്വം ഉൾക്കൊള്ളാതെ നമ്മൾ വായിച്ചു തീർക്കുവാനുള്ള ആ ഒരു വ്യഗ്രതയോടെ നമ്മൾ വായിച്ചു പോകും. അറിഞ്ഞ് അനുഭവിച്ച് വായിക്കണമെങ്കിൽ വായിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഭക്തിയുടെ രസം നമ്മുടെ സിരകളിൽ ഒഴുകാൻ തുടങ്ങുന്നത്. അതിന് നമ്മുടെ വായന പൂർണ്ണമാകുന്നില്ല എങ്കിൽ ഭഗവത് കഥകൾ ശ്രവിക്കുക, ഇതുപോലെയൊക്കെയുള്ള ഭാഗവതത്തിന്റെ വിവർത്തനങ്ങൾ, ഭഗവാന്റെ തത്വങ്ങൾ വിവരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ പല മാർഗങ്ങളിലൂടെ നമുക്ക് ഭക്തി മനസ്സിൽ അരക്കിട്ടുറപ്പിക്കാം. ഭക്തിയിലൂടെ മാത്രമേ ബുദ്ധി തെളിയുകയും കർമ്മവാസനകൾ അവസാനിക്കുകയും നമ്മുടെ ഈ ആത്മബോധത്തിൽ നിന്ന്, ശരീരബോധത്തിൽ നിന്ന് ആത്മാവിനെ വിടുവിക്കുവാൻ കഴിയുകയും ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാവണം. ആ ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ കർമ്മ പദ്ധതികളിലൂടെ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ഇതിനായി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുക. കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുന്നതും ചെയ്യിപ്പിക്കാത്തതും നടത്തുന്നതും നടത്തിക്കാത്തതും എല്ലാം ഭഗവാൻ തന്നെയാണ്. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.